Assalamualaikum, welcome back to our channel. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെയിൻ വിത്ത് സിഗ്സാഗ്. അതായത് നമ്മൾ ഫസ്റ്റ് ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും, അതിൻ്റെ മീതെ സിഗ്സാഗ് ചെയ്ത് കൊടുക്കുക. അതിനെയാണ് നമ്മൾ ചെയിൻ വിത്ത് സിഗ്സാഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിഗ്സാഗ് ചെയിൻ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് പഠിച്ചിട്ടുണ്ട് അല്ലേ. അത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ലോങ് സിഗ്സാഗ് ആണ്. പക്ഷേ നമ്മൾ ഇതിൽ ചെയ്യുന്നത് ഷോർട്ട് സിഗ്സാഗ് ആണെന്ന് മാത്രമേ, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഒരു ലൈൻ വരച്ചിട്ട് അതിൻ്റെ മീതെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് നോർമൽ ചെയിൻ ആയിരിക്കണം. അതായത് നമ്മൾ വളരെ ക്രീപ്പിംഗ് സ്റ്റിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ. അതുപോലെ നന്ന ചെറുതും അല്ല, അതുപോലെ ലോങ് ആയിട്ടുള്ളതും അല്ല. ഒരു നോർമൽ സ്റ്റിച്ചിൽ വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഒരു ചെയിൻ ചെയ്തിട്ട് അതിൻ്റെ മീതെയാണ് സിഗ്സാഗ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് കുറച്ചും കൂടെ ബ്രോഡായി നിൽക്കണം എന്നുണ്ടെങ്കിൽ 2 ചെയിൻ ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ഡബിൾ ചെയിൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഫസ്റ്റ് ക്ലാസ്സിൽ. അപ്പോൾ ഡബിൾ ചെയിനൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ക്ലാസ്സിൽ, അതായത് ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് പോയി ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഡബിൾ ചെയിൻ ചെയ്തിട്ട് അതിൻ്റെ മീതെ സിഗ്സാഗ് ചെയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ ഞാനിവിടെ സരി ത്രെഡിലാണ് ഞങ്ങൾക്ക് സ്റ്റിച്ച് കാണിച്ചു തരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, സരി ത്രെഡിലും പ്രാക്ടീസ് ചെയ്യുക, അതുപോലെ തന്നെ സിൽക്ക് ത്രെഡിലും പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ലാസ്റ്റ് എൻഡ് നോട്ട് ഇട്ട് കൊടുക്കുക. താഴെ വരുന്ന ത്രെഡ് ബാക്കി കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ സിഗ്സാഗ് ചെയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഈ സിഗ്സാഗിൽ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുന്നില്ല. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു, ഓരോ സിഗ്സാഗ് ചെയ്യുമ്പോഴും അതിൻ്റെ അടുത്തൊരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക എന്നുള്ളതല്ലേ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ലോങ് സിഗ്സാഗാണ് പഠിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ചെയ്യുന്നത് ഷോർട്ട് സിഗ്സാഗാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് ചെയിന് ഒന്ന് നീട്ടി വലിച്ചു കൊടുക്കുക. അതായത് നമ്മൾ ഏത് ഭാഗത്തേക്കാണോ സ്റ്റിച്ച് ചെയ്യുന്നത് ആ ഒരു ഭാഗത്തേക്ക് ഒന്ന് നീട്ടുക, അതിന് ശേഷം മീതേക്ക് കൊടുക്കുക. കണ്ടോ, അപ്പോൾ ആ ഭാഗത്തേക്ക് നീട്ടുക. അപ്പോൾ ഏത് വശത്താണോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ആ ഭാഗത്തേക്കൊന്ന് നമ്മൾ ആ ഒരു ത്രെഡിനെ കുറച്ചൊന്ന് നീട്ടി കൊടുത്തതിന് ശേഷം മീതേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇത് ഷോർട്ട് സിഗ്സാഗ് ആയതുകൊണ്ടാണ് നമ്മൾ ലോക്ക് ഇട്ട് കൊടുക്കാത്തത്. അവിടെ ലോക്കിൻ്റെ ആവശ്യം വരുന്നില്ല. അതുപോലെ ഞാൻ പറഞ്ഞു, ഡബിൾ ചെയിൻ ചെയ്ത് കൊടുത്തിട്ടും നിങ്ങൾക്ക് സിഗ്സാഗ് കൊടുക്കാം. അതുപോലെ ഈ ഒരു ചെയിൻ സിഗ്സാഗ് എന്ന് പറയുന്നത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ്, വളരെ അടുപ്പിച്ചിട്ടും നിങ്ങൾക്ക് സിഗ്സാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഒരു ബ്രോഡ് സ്റ്റിച്ചായിട്ട്, അതായത് ബോർഡർ സ്റ്റിച്ച് കൊടുക്കുക. അതുപോലെ നമ്മൾ കട്ട് വർക്കിനൊക്കെ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായല്ലോ. ഫസ്റ്റ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ മീതെ സിഗ്സാഗ് ഷോർട്ട് സിഗ്സാഗും ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ലാസ്റ്റ് എൻഡ് നോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ ചെറിയൊരു മോട്ടീഫൊക്കെ റെഡിയാക്കിയിട്ട് ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ.